മടിയാണ് നമ്മുടെയൊക്കെ ജീവിതം എവിടെയും എത്താതെ പോയതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ? മടിയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ വില്ലൻ എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ശരിക്കും പറഞ്ഞാൽ മടി തോന്നാത്തവരായിട്ട് ആരുമില്ല. പക്ഷേ നമ്മൾ ആ മടിയെ എങ്ങനെ തോൽപ്പിച്ച് മുന്നേറുന്നു എന്നതിലാണ് കാര്യം. നമ്മുടെയൊക്കെ ഉള്ളിൽ വലിയ വലിയ സ്വപ്നങ്ങളുണ്ട്. നാളെ രാവിലെ മുതൽ നേരത്തെ എഴുന്നേൽക്കണം, വ്യായാമം ചെയ്യണം, പഠിക്കണം, കഠിനാധ്വാനം ചെയ്യണം എന്നൊക്കെ നമ്മൾ രാത്രി കിടക്കുമ്പോൾ ഉറപ്പിക്കാറുണ്ട്. പക്ഷെ നേരം വെളുക്കുമ്പോൾ ആ അലറം അടിച്ചു വരുമ്പോൾ നമ്മുടെ തലച്ചോറ് നമ്മോട് പറയും, ഇന്നുകൂടി കിടന്നുറങ്ങാം, നാളെ മുതൽ തുടങ്ങാം. നാളെ എന്നുള്ളത് ചെറിയൊരു വാക്കാണ്, പക്ഷേ ആ നാളെ എന്ന വാക്കാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രു, ദ ബിഗ്ഗസ്റ്റ് എനിമി. നിങ്ങളൊരു കാര്യം ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഇന്ന് നിങ്ങൾ ചെയ്യാൻ വിചാരിച്ചിട്ട് നാളേക്ക് നിങ്ങളുടെ അലസത മൂലം മാറ്റിവെച്ച പല അവസരങ്ങളുമായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ടത്. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ട വലിയൊരു ലൈഫ് ചേഞ്ചിങ് മിറാക്കിൾ, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു ടേണിംഗ് പോയിൻ്റ് ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ അലസത കാരണം നിങ്ങൾ തട്ടിത്തെറിപ്പിച്ചത്. അതായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ അല്ലെങ്കിൽ നിങ്ങളുടെ കരിയർ തന്നെ മാറ്റിമറിക്കേണ്ടിയിരുന്നത്. ഇതിനൊക്കെ കാരണം നിങ്ങളുടെ മടി അല്ലെങ്കിൽ അലസതയാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് കുറ്റബോധം തോന്നിയിട്ടുണ്ടോ? പരാജയപ്പെട്ടത് കൊണ്ടല്ല പലരും പിന്നിലേക്ക് പോയത്, തോറ്റുപോയത് കൊണ്ടല്ല ആളുകൾ പിന്മാറിയത്, പരിശ്രമിക്കാൻ മടിച്ച് ഒന്നും ചെയ്യാതെ വെറുതെ ഇരുന്നതുകൊണ്ടാണ്. ഞാൻ 2 സുഹൃത്തുക്കളുടെ കാര്യം പറയാം. 2 പേർക്കും വലിയൊരു പുസ്തകം എഴുതണമെന്നോ അല്ലെങ്കിൽ ഒരു പുതിയ സ്കിൽ പഠിക്കണമെന്നോ ആഗ്രഹമുണ്ട്. പക്ഷേ ഒരാൾ പറയും, ഇന്ന് ക്ഷീണമാണ്, നാളെ മുതൽ കൃത്യമായി ചെയ്യാം. പക്ഷേ രണ്ടാമത്തെ ആളാകട്ടെ അന്നേ ദിവസം തന്നെ ചെറിയൊരു പടിയെങ്കിലും മുന്നോട്ട് വയ്ക്കും, കുറച്ച് സമയം അതിനായി മാറ്റിവെക്കും. വർഷങ്ങൾ കഴിയുമ്പോൾ എന്ത് സംഭവിച്ചു? ആദ്യത്തെ ആൾ ഇന്നും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നാൽ രണ്ടാമത്തെ ആളോ? അയാൾ ആ ലക്ഷ്യത്തിലെത്തിയോ ഇല്ലയോ എന്നതല്ല വിഷയം, മറിച്ച് അയാൾ ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ടാകും. നിങ്ങൾ എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നോ അത് അപ്പോൾ ചെയ്യുക, പിന്നത്തേക്ക് മാറ്റിവെക്കരുത്. ഇഫ് യു ഹാവ് ബിഗ് ഡ്രീംസ്, സ്റ്റാർട്ട് ബൈ ടേക്കിംഗ് സ്മോൾ സ്റ്റെപ്സ്. വലിയ സ്വപ്നങ്ങളാണെങ്കിൽ പോലും ചെറിയ ചെറിയ ഘട്ടങ്ങളായി ചെയ്തു തുടങ്ങുക. ഒരു നാൾ നിങ്ങൾ ആ വലിയ ലക്ഷ്യത്തിലെത്തും. നമ്മൾ ഇപ്പോൾ ചെയ്യേണ്ട ജോലി പിന്നേക്ക് മാറ്റിവെച്ചാൽ അത് ജോലിഭാരം കൂടുകയല്ലാതെ കുറയുന്നില്ല. നമ്മുടെ മടി കൂടി വരികയും ചെയ്യും. ചെറിയ പണികളാണെങ്കിൽ അതപ്പോൾ തന്നെ ചെയ്യുക. നമ്മുടെ വീട്ടിൽ നമ്മൾ ചെയ്യുന്ന ജോലികൾ പിന്നെ ചെയ്യാം, അല്ലെങ്കിൽ കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് മാറ്റിവെക്കുമ്പോൾ പിന്നീട് എല്ലാ ജോലിയും കൂടി ഒന്നിച്ച് ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ അത് കൂടുതൽ മടിയായി മാറും. ചെറിയ ജോലികളാണെങ്കിൽ അപ്പോൾ തന്നെ ചെയ്യുക, പിന്നീട് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരുന്നില്ല. മടി എന്നത് വെറുമൊരു ശരീരത്തിൻ്റെ ക്ഷീണമല്ല, അതൊരു മാനസികാവസ്ഥയാണ്. നമ്മുടെ മസ്തിഷ്കം എപ്പോഴും സുഖമുള്ള വഴിയിലൂടെയാണ് സഞ്ചരിക്കാൻ താല്പര്യപ്പെടുന്നത്, ഒരു കംഫർട്ട് സോണിലൂടെ. ഒരു പുതിയ കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ ഇത് നടക്കുമോ, ഇത് വലിയ പണിയല്ലേ, ഇത് റിസ്ക് കൂടുതലല്ലേ എന്നിങ്ങനെ 100 നെഗറ്റീവ് ചിന്തകൾ നമ്മുടെ തലച്ചോർ മുന്നോട്ട് വയ്ക്കും. പക്ഷെ അവിടെ മടി പിടിച്ചിരുന്നാൽ നമ്മുടെ ലൈഫിൽ തന്നെയാണ് നഷ്ടങ്ങൾ സംഭവിക്കുന്നത്. അവിടെയാണ് നിങ്ങളൊരു പോരാളിയായി മാറുന്നത്. യു ഷുഡ് ബി എ ഫൈറ്റർ. നന്നായി പോരാടുക തന്നെ ചെയ്യണം. നിങ്ങളെ തോൽപ്പിക്കാൻ വരുന്ന അലസതയോട് നിങ്ങൾ പോരാടി വിജയിക്കുക തന്നെ ചെയ്യണം. ഒന്നും ചെയ്യാതെ അലസമായി ഇരിക്കുക എന്നതല്ല, ചെയ്തു തുടങ്ങുക എന്നതാണ്. നമ്മുടെയൊക്കെ ബ്രെയിനിന് ഒരു സ്വഭാവമുണ്ട്. നമ്മൾ എന്താണോ മനസ്സിലേക്ക് കൊടുക്കുന്നത് അതുതന്നെയായി നമ്മൾ മാറിയിരിക്കും. എല്ലാ കാര്യത്തിനും മടിയെന്ന് മാത്രമാണെങ്കിൽ നിങ്ങൾ മുഴുമടിയനായി മാറിയിരിക്കും. നേരെ മറിച്ച് ഞാനത് ചെയ്യാൻ തയ്യാറാണ് എന്ന് തീരുമാനിച്ചിറങ്ങിയാൽ നിങ്ങൾ വിചാരിച്ചത് മാത്രമല്ല, പലതും നിങ്ങൾക്ക് ചെയ്തു തീർക്കാൻ സാധിക്കും. ഒന്ന് തുടങ്ങിയാൽ മാത്രം മതി, പക്ഷേ തുടങ്ങിയിരിക്കണം. വലിയ വലിയ കാര്യങ്ങൾ നമ്മുടെ ബ്രെയിൻ കൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയും. ജീവിതത്തിൽ വിജയിച്ചവരും വലിയ ഉയരങ്ങളിലെത്തിയവരും ലോകം ഇത്രയും ഡെവലപ്പാക്കിയവരും ഉപയോഗിച്ച അതേ ബ്രെയിൻ തന്നെയാണ് നമുക്കുമുള്ളത്. പക്ഷേ അതേ ബ്രെയിൻ തന്നെയാണ് നമ്മളെ പുറകോട്ട് വലിക്കുന്നത്. അതിൽ നിന്നും പോരാടി മുന്നോട്ടെത്തുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത്. നാളെ എന്ന വാക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് തന്നെ ഒഴിവാക്കുക. വലിയൊരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ 1000 വലിയ ചുവടുകൾ പിന്നീട് വെക്കുന്നതിനേക്കാൾ നല്ലത് ഇപ്പോൾ നമ്മൾ വെച്ച് തുടങ്ങുന്ന ചെറിയ ചെറിയ ചുവടുകളാണ്. സമയം വളരെ വിലപ്പെട്ടതാണ്. പോയിക്കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിയില്ല. മടി നിങ്ങളുടെ മനസ്സിനെ കീഴടക്കാൻ വരുമ്പോൾ ആ ചിന്തയെ തട്ടിമാറ്റി എഴുന്നേൽക്കുക. കാരണം നിങ്ങളുടെ ഉള്ളിലെ ആ വലിയ ശക്തിയെ പുറത്തെടുക്കേണ്ടത് നിങ്ങളാണ്. മറ്റാരും അത് നിങ്ങൾക്കായി ചെയ്തു തരില്ല. സ്റ്റോപ്പ് വെയിറ്റിംഗ് ഫോർ ടുമോറോ. സ്റ്റാർട്ട് ടുഡേ ആൻഡ് ഫൈറ്റ് യുവർ ലേസിനെസ്.